ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും തമ്മിലിൽ കണ്ടിട്ടുള്ളത് പോലെ ഒരു പുതിയൊരു ബോക്സ് പ്ലാന്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പോട്ടൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിക്ക് അലങ്കരിക്കാൻ പറ്റിയ ഒരു ഇൻഡോർ ടൈപ്പാണ്. എന്നാലും ഔട്ട്ഡോറും വെക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് വുഡൻ റീപ്പേഴ്സൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ഇതുപോലുള്ള ചെറിയ പോട്ടിൽ പ്ലാന്റ്സൊക്കെ നട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മുടെ സിറ്റ് ഔട്ടിലും ഇൻഡോറും ഒക്കെ വെക്കാം. പിന്നെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാണ്. ഞാനിപ്പോൾ പോളിഷ് ചെയ്യണില്ല, അല്ലാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ റീപ്പർ വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവൊന്ന് നോക്കാം. ഞാനിപ്പോൾ 2 പോട്ടാണ് ഒരു ബോക്സിൻ്റെ അകത്ത് 2 പോട്ട് വെക്കാൻ പറ്റിയ രീതിക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഭാവന അനുസരിച്ച് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 പോട്ട് വെക്കണമെങ്കിൽ 2 പോട്ട് വെക്കാം, അല്ലെങ്കിൽ ഒറ്റ പോട്ടിൻ്റെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നതനുസരിച്ച് റീപ്പറിൻ്റെ ബലം നോക്കി ഉണ്ടാക്കാം. ഒരു 3-4 നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞ് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയുള്ളതൊന്നും ഉണ്ടാക്കാതെ റീപ്പർ വെച്ച് ഉണ്ടാക്കുമ്പോൾ പരമാവധി വെയിറ്റ് കുറവുള്ള സാധനം വെക്കുന്ന രീതിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് വേണ്ട രീതിക്ക് ഇത് അളന്നെടുക്കും. ഇപ്പോൾ ഞാൻ ഈ പോട്ടിൻ്റെ ഇത് നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ അളവ് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ പോട്ട് എങ്ങനെ വെച്ചിട്ട് ആ പോട്ടിൻ്റെ അളവനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. വലിയ പോട്ട് ഉണ്ടാക്കണമെങ്കിൽ വലിയ പോട്ടിൽ ഉണ്ടാക്കാം. ഒരു 30 സെൻറ്റിമീറ്ററിന് 4 പീസ് വേണം നടുക്ക് വേണ്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ 23 സെൻറ്റിമീറ്റർ വരുന്ന ഒരു 18 പീസ്, അതായത് ഒരു ബോക്സിലോട്ട് 3-6 കഷ്ണങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതേപോലത്തെ 3 ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ 18 പീസാണ് നമുക്ക് വേണ്ടത്. പിന്നെ 2 അറ്റങ്ങളിലായിട്ട് 4 കോർണറുണ്ട്. അവിടെ ഒരു 13 സെൻറ്റിമീറ്ററിൻ്റെ പീസ്, ഒരു ലെഗ് പീസാണ്, അടിയിലോട്ട് ഇച്ചിരി തള്ളി നിൽക്കുന്ന രീതിക്കായിട്ട്. പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ 2 വീതി വന്ന സ്ഥലങ്ങളില്ലേ സൈഡിലുള്ള, അതിൽ ഒരു 10 സെൻറ്റിമീറ്റർ വരുന്ന ഒരു 18 പീസ് വേണം. മറ്റേതുപോലെ തന്നെ ഒരു ബോക്സിലോട്ട് 6 എണ്ണം, അപ്പോൾ 3 ബോക്സിലോട്ട് 18 എണ്ണം. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൽ പൊടി, ഏത് ഗ്ലൂ ഉപയോഗിച്ചാലും പൊടി നീക്കം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടാതെ വിട്ടുപോരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ എല്ലാ പീസുകളും നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഒരു വെള്ളം കൊണ്ടൊന്ന് തുടച്ചിട്ട് ഉണക്കിയെടുത്താൽ അത്രയും നല്ലത്. പൊടി ഇല്ലാതാക്കുക എന്തായാലും. ഇനി ഞാൻ ആ കോർണർ വരുന്ന 13 സെൻറ്റിമീറ്ററിൻ്റെ പീസിലൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ 3 കഷ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പിൻ്റെ നിന്ന് മിസ്സായി, അത് കാരണം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇനി നമുക്ക് സെൻറ്റർ പീസ്, അതായത് ആ 30 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ് നമ്മൾ എടുത്തായിരുന്നു. അതിലോട്ട് ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ 3 കഷ്ണങ്ങൾ അടിയിലായിട്ട്, അതായത് അടിയിൽ 2 ബോക്സ് വരുമല്ലോ, അതിൻ്റെ അടിയിൽ നടുക്ക് വരുന്ന ഒരു ഭാഗമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനി ശേഷം വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിലോട്ട് ഇതുപോലെ 3 പീസ് ഗ്ലൂ ചെയ്ത് വെക്കുക. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ തന്നെ നമുക്ക് ഫ്ലെക്സ് ക്വിക്കോ അങ്ങനെയുള്ള മരം ഒട്ടിക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി സ്ക്രൂ ചെയ്യണമെന്നുള്ളവർക്ക് സ്ക്രൂ ചെയ്യാം, പക്ഷേ ചെറിയ ടൈപ്പ് സ്ക്രൂകൾ ഉപയോഗിക്കുക. കൂടുതൽ വലുത് ഉപയോഗിച്ചാൽ മരം ഇങ്ങനെ പൊട്ടി വിണ്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഗ്ലൂ നമ്മൾ ഒട്ടിക്കാൻ നേരം കറക്റ്റ് ലെവലിൽ ചെയ്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. ലെവൽ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനും ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ എല്ലാവരും ഒട്ടിക്കാൻ ശ്രമിക്കുക. ഉണ്ടാവും ഇതേപോലത്തെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ടും അപ്പുറം നടുക്കായിട്ട് നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ആ മുകളിലുള്ള ആ ഭാഗത്തും 3 എണ്ണം ഒട്ടിക്കേണ്ടതുണ്ട്. ആ ഭാഗങ്ങളിലായിട്ട് 3 എണ്ണം നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ പീസ് ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അളവ്, അപ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെച്ച് നമുക്ക് നോക്കാം അതിൻ്റെ അളവുകൾ 3 എണ്ണം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള അളവ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്നെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് പോവാം. ഒട്ടിക്കുമ്പോൾ ചരിഞ്ഞു പോകാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആട്ടങ്ങൾ ഇങ്ങനെ നമ്മൾ വെക്കുന്ന നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനൊക്കെ സാധ്യത വരും. കറക്റ്റ് ലെവൽ ചെയ്ത് ഒട്ടിക്കണം എല്ലാവരും.
കഴിഞ്ഞ വീഡിയോയിൽ മിക്കവരും ചോദിച്ചായിരുന്നു എന്നോട് റീപ്പർ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ റീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വിലയൊന്നും വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ കട്ടിലകളൊക്കെ ഉണ്ടാക്കുന്ന കടയില്ലേ, ഈ ആശാരിമാരുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വെറുതെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും അത്ര വലിയ പൈസ ആവില്ല. ഇവർ വേസ്റ്റ് വന്ന പോർഷനാണ് ഇത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും. ഇത് ആശാരിമാരുടെ ഈ കട്ടില വാതിൽ ജനലൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലോട്ടുമായിട്ട് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ 2 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 ഞാൻ ഒട്ടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ബോക്സ് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് 6 പീസ് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞിട്ടൊന്ന് ലെവൽ ചെയ്യണം. അതിൻ്റെ അടിഭാഗത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് ലെഗ് നിലത്ത് കുത്തി നിൽക്കുന്ന പോർഷൻ കറക്റ്റ് ഞാനിവിടെ ടൈലിൻ്റെ ഭാഗം വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ചരിയാതെ നേരെ തന്നെ ഒട്ടിക്കാൻ സാധിക്കും. അതുപോലെ എന്തെങ്കിലും സ്കെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് ഒട്ടിക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും ബോക്സ് കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഞാൻ 2 സൈഡ് ഒട്ടിച്ചു. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വരുന്ന 2 ബോക്സ് ഉണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും വരുന്ന അതാണ് നമുക്ക് ഇനി ഒട്ടിക്കേണ്ടത്. അത് ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ, അങ്ങനെ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം. എല്ലാവരും ലെവൽ ചെയ്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വുഡൻ റിപ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യേണ്ടവർക്ക് പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്താൽ ഒന്നും കൂടി ഈട് നിൽക്കുകയും ചെയ്യും. പിന്നെ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാൻ, നല്ല തിളക്കവും. പിന്നെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളർ പെയിൻ്റ് ഒന്നും ചെയ്യാതിരിക്കുക. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മരത്തിൻ്റെ ആ ഒരു ഫിനിഷ് പോകും. പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എപ്പോഴും വുഡൻ്റെ ആ ഒരു ഭംഗിയാണല്ലോ നല്ലത്. അപ്പോൾ ഈ 2 സൈഡിലോട്ടുള്ളത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഒരു വശം. ഇനി അതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒട്ടിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ അതിന് പറഞ്ഞു പോകുമോ എന്നൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മാസത്തോളമായി ഇങ്ങനെ ആദ്യം ഉണ്ടാക്കിയത് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലെക്സ് ക്വിക്കോ ഫെവിക്വിക്കോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും നനക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മരമാകുമ്പോൾ നനക്കുമ്പോൾ വീർക്കാനും ചുരുങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ ഇളകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നനക്കുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറേ നാൾ വേണമെങ്കിലും സാധനം നിന്നോളും. സ്ക്രൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചെറിയ സ്ക്രൂ, ഞാൻ ഡ്രില്ലൊന്നും ഇല്ലാത്ത കാരണമാണ് ഗ്ലൂ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടിയിലേക്കൊരു പോർഷൻ, അതായത് സപ്പോർട്ട് വരുന്ന ആ ഭാഗത്ത് ഒരു പോർഷൻ, അത് നമ്മൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വരുന്നതെന്ന് വെച്ചാൽ അളന്ന് നോക്കുക. നമ്മൾ ഒട്ടിക്കുമ്പോൾ ചെറിയ അളവിൻ്റെ പ്രശ്നമൊക്കെ വരാൻ നേരം ഉള്ളിലുള്ള പീസിനും ചെറിയ വ്യത്യാസം ഉണ്ടാകും. എല്ലാത്തിലും ഒരേ അളവ് കിട്ടണമെന്നില്ല. അത് കാരണം ഏറ്റവും അവസാനം നമ്മൾ സപ്പോർട്ട് വരുന്ന ഭാഗമാണ് ഇത്. അതായത് ചട്ടി വെക്കുമ്പോൾ അടിയിലോട്ട് പോകാതിരിക്കാൻ വരുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് അളന്ന് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എത്ര വലിപ്പം വരുന്ന കഷ്ണമാണ് നമ്മൾ വെക്കേണ്ടതെന്ന്. എന്നിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ 3 ഭാഗവും ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. സപ്പോർട്ട് വരുന്ന ഭാഗമാണ്, അത് കാരണം നല്ലപോലെ ഒട്ടിച്ച് വെക്കണം. ഗ്ലൂ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ പ്രൊസീജിയറെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.